ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. സമയം എന്താ 6:45. നല്ല മഴയൊക്കെ പെയ്ത് നല്ല തോർന്ന് നിൽക്കുകയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നല്ല കിട്ടിലും തണുപ്പാണ്. നല്ല തണുത്ത വെള്ളത്തിൽ ഒരു കുളിയൊക്കെ പാസ്സാക്കി ഒരു കോഫിയൊക്കെ കുടിച്ച് നമ്മളിതാ റെഡിയായി നിൽക്കുകയാണ്. ഇനി നമ്മൾ ഈ ഒരു റിസോർട്ട് വെക്കേറ്റ് ചെയ്യുകയാണ്. ഇപ്പം തന്നെ നമ്മൾ ഒരുപാട് ലേറ്റാണ്. എന്നാലും ഇപ്പോഴെങ്കിലും വിട്ടാൽ നമ്മൾ ബാംഗ്ലൂർ ട്രാഫിക്കൊക്കെ താണ്ടി നമ്മുടെ വീട്ടിൽ ഒരു സമയമാകുമ്പോൾ എത്തിയുള്ളൂ. ഏകദേശം 6 മണിക്കെങ്കിലും നമ്മൾ ഇറങ്ങണമെന്ന് പറഞ്ഞാണ്. എന്താണെങ്കിലും സമയം 6:45 ആയിട്ടുണ്ട്. എന്നാലും എല്ലാവരും മൂടി പൊതിച്ച് കിടന്ന് ഉറക്കമാണ്. പക്ഷെ ഞാനും എൻ്റെ സ്വന്തം ചേട്ടനും വാക്കുപാലിച്ച് ഞങ്ങൾ തലേ ദിവസമേ പ്ലാൻ ചെയ്താണ് രാവിലെ ഇതുപോലൊരു വാക്കിങ്ങിന് പോകണമെന്ന്. രാവിലെ എഴുന്നേൽക്കുന്ന ശീലം പൊതുവേ ഇല്ലാത്തതുകൊണ്ട് തന്നെ അവൻ എന്നെ ചതിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷെ എന്ത് പറ്റിയെന്നറിയില്ല, രാവിലെ അവനാണ് കേട്ടോ എന്നെ വിളിച്ച് എഴുന്നേൽപ്പിച്ചത്. എന്താണെങ്കിലും ഞങ്ങൾ രണ്ടുപേരും കൂടെ നടക്കാൻ ആരും കാണില്ല എന്ന് പറഞ്ഞാണ് ഞങ്ങൾ വന്നത്. പക്ഷേ അത് ഇവിടെ വന്നപ്പോഴത്തേക്കൊണ്ട് നമ്മളെ അങ്ങനെ വെൽക്കം ചെയ്തുകൊണ്ട് ആ കടൽ അങ്ങനെ ശാന്തമായിട്ട് കിടക്കുകയാണ് കേട്ടോ. ഇവിടെ എല്ലാവരും എക്സസൈസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനും ചേട്ടനും കൂടെ കുറച്ച് നേരം കടലിൻ്റെ ഭംഗി അങ്ങനെ ആസ്വദിച്ച് നിന്ന് നല്ല തണുത്ത കാറ്റ് നമ്മളെ തൊട്ട് തലോടി പോകുന്നുണ്ട്. അതിനിടയ്ക്ക് ഇതാ കുഞ്ഞു കുഞ്ഞു തണുത്ത തിരമാലകൾ വന്ന് നമ്മുടെ കാലിന് ഇക്കിളി കൂട്ടി പോകുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ മാത്രമല്ല കേട്ടോ, ഞങ്ങളുടെ ഒരാളും കൂടെ കൂട്ടിന് വന്നിട്ടുണ്ട്. ആരാന്നല്ലത് നമ്മുടെ പുറകെ വരുന്ന കണ്ടില്ലേ, ഇവൻ ഞങ്ങളുടെ രാത്രി കൂടിയതാണ് കേട്ടോ. രാത്രി കുറച്ച് ഭക്ഷണം കൊടുത്തതിൻ്റെ സ്നേഹമാണ്. ഇനിയിപ്പോൾ കഥയിലേക്ക് കിടക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം രാത്രി 12 മണിയായിട്ടുണ്ട്, കുറ്റക്കൂരിയിട്ട്. ആ ഒരു സമയത്ത് ചുമ്മാ ഒന്ന് നടക്കാൻ ഇറങ്ങി കേട്ടോ. ആ ഒരു സമയത്ത് നമ്മൾ നടന്ന് കുറേ അങ്ങ് ദൂരം പോയപ്പോഴാണ് അറിഞ്ഞത് നമ്മൾ ഒരുപാട് ദൂരത്തേക്ക് വന്നു എന്ന്. എന്താണെങ്കിലും നടന്ന് വന്നപ്പോഴത്തേക്ക് ചെറുതായിട്ട് കാലിൽ വെള്ളം തട്ടി തുടങ്ങി. ഇങ്ങനെയുള്ള കാര്യത്തിൽ കുറച്ച് വട്ട് കൂടുതലുള്ള കൂട്ടത്തിലാട്ടോ ഞാനും എൻ്റെ ചേട്ടനും. അതുകൊണ്ട് തന്നെ അതെന്താണെന്നൊന്ന് കാണണമെന്ന് വലിയ ആശയമായിരുന്നു. പക്ഷെ രാത്രി ആയതുകൊണ്ടും കയ്യിലാണെങ്കിൽ ഫോണൊന്നും ഇല്ലാഞ്ഞതുകൊണ്ടും നമുക്കത് എന്താണെന്ന് കാണാനും പറ്റിയില്ല. അതൊന്ന് മുറിച്ച് കണക്കാനും നമുക്ക് പേടിയായിരുന്നു കേട്ടോ. കാരണം സമയം ഒത്തിരി വൈകിയിരുന്നു. നമുക്കാണെങ്കിൽ പരിചയമില്ലാത്തൊരു സ്ഥലമാണ്. പക്ഷെ വെറുതെ റിസ്ക് എടുക്കണമെന്ന് കരുതി നമ്മൾ തിരിച്ചു പോകുന്നു. കാരണം അതിൻ്റെ ആഴവും നമുക്കറിയില്ല. എന്താണെങ്കിലും അത് രാവിലെ ഒന്ന് കാണണമെന്ന് എല്ലാവരും ഉറപ്പിച്ചെങ്കിലും എല്ലാവരും അവസാനം അതിൽ നിന്ന് പിന്മാറി. പിന്നെ ഞാനും എൻ്റെ ചേട്ടനും കൂടെ രാവിലെ വിട്ടതാണ് കേട്ടോ. അതെന്താണെന്നൊന്ന് കണ്ടിട്ട് പോയില്ലെങ്കിൽ ഒട്ടും സമാധാനം കിട്ടില്ല. അങ്ങനെ രാവിലെ ഇറങ്ങിയതാണ്. പക്ഷെ വന്നപ്പോൾ ഇതായിരുന്നു സംഭവം കേട്ടോ. ഇങ്ങനെ പൊഴിമുറിഞ്ഞ് കിടക്കുകയാണ്. അതിലേക്ക് ഇറങ്ങാൻ വലിയ പ്രയാസമില്ല, പക്ഷെ താഴ്ന്നു പോകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ നമുക്ക് നാട്ടിലേക്ക് ഇന്ന് പോകേണ്ടതുകൊണ്ട് നമ്മൾ റിസ്ക് എടുക്കാനൊന്നും തയ്യാറായില്ല. അങ്ങനെ നമ്മൾ നേരെ തിരിച്ചു പോരുകയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഗോകർണത്ത് ഈ ഒരു ബീച്ച് സൈഡ് എന്ന് പറയുന്നത് ഷാക്കുകളൊക്കെ ഒരുപാട് ഓപ്പൺ ആവുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ ഇതിപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ടാണ് എല്ലാത്തിൻ്റെയും പ്ലാറ്റ്ഫോം കെട്ടിയിട്ടിരിക്കുന്നതേ ഉള്ളൂ. ഇനിയിപ്പം ഒക്ടോബർ സെപ്റ്റംബർ മാസങ്ങൾ ഇതെല്ലാം ലൈവ് ആവും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു കുഞ്ഞ് ഗോവ എന്നൊക്കെ വേണമെങ്കിൽ എല്ലാവരും അവരവരുടെ ജോലിയിൽ ബിസിയാണ് കേട്ടോ. മീൻ പിടിക്കാൻ പോകുന്നവർ, നടക്കാൻ പോകുന്നവർ, ചുമ്മാ കടലിനെ ഭംഗി ആസ്വദിച്ചിരിക്കുന്നവരങ്ങൾ എന്ന് വേണ്ട എല്ലാത്തരം ആളുകളും ഉണ്ട് കേട്ടോ. എന്താണെങ്കിലും ഇതുപോലൊരു പ്രഭാതം എൻ്റെ ലൈഫിലുണ്ടായിട്ടില്ല കേട്ടോ. ഇനിയോട്ട് ഉണ്ടാകാനും പോകുന്നില്ല. ഈ മനോഹരിയായ ഈ ഒരു കടലിനും അതിനൊക്കെ ഈ ഒരു പ്രഭാതം നമുക്ക് സമ്മാനിച്ച ഈ ഒരു ദേവസമുദ്ര റിസോർട്ടിനും ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ നേരെ വിടുകയാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.